പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമോ? ലോകം ഉറ്റുനോക്കുന്ന അമേരിക്ക ഇറാൻ ചർച്ച പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടക്കുകയാണ്. ചൊവ്വാഴ്ച നിലവിൽ വന്ന രണ്ടാഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തലിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും ചർച്ചയ്ക്ക് തയ്യാറായത്. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരുമോ അതോ സംഘർഷം കൂടുതൽ രൂക്ഷമാകുമോ എന്നാണ് ലോകം ആശങ്കയോടെ കാത്തിരിക്കുന്നത്. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് വഴി തുറക്കുമെന്ന പ്രതീക്ഷയിൽ ഇറാൻ US ചർച്ചകൾ ഇസ്ലാമാബാദിൽ ആരംഭിച്ചു. ഇറാൻ മുന്നോട്ട് വെച്ച 10 പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ചർച്ച. ഇറാനെ ഇനി ആക്രമിക്കില്ലെന്ന് ഉറപ്പ്, ഹോർമുസ് കടലിടുക്കിനു മേലുള്ള നിയന്ത്രണാവകാശം, പശ്ചിമേഷ്യയിൽ നിന്നും US സേന പിന്മാറ്റം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇറാന്റെ 10 പദ്ധതിയിലുള്ളത്. ഇതെല്ലാം US ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും ചർച്ച ചെയ്ത് നടപ്പിലാക്കാവുന്നതാണെന്ന സൂചന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിട്ടുണ്ട്. സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം US കൈമാറാമെന്ന് ഇറാൻ സമ്മതിച്ചെന്നാണ് US അവകാശവാദം. ഇറാനുമായി കരാർ രൂപപ്പെടുമോ എന്ന കാര്യം ഇന്നറിയാമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്ലാമാബാദ് ചർച്ച പരാജയപ്പെട്ടാൽ ഇറാനെ നേരെ ആക്രമണം പുനരാരംഭിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഇന്ന് വൈകിട്ടോടെ വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയിലെത്തുമെന്ന് മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ അറിയിച്ചു. ഹോർമുസ് കപ്പൽപാത തുറക്കുക ഏതൊരു കരാറിൻ്റെയും പ്രധാന ഉപാധിയായിരിക്കുമെന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ആഗോള ഫണ്ടുകൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്നും റെക്കോർഡ് വേഗത്തിൽ പിൻവാങ്ങുന്നതായ റിപ്പോർട്ട്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ അവർ പ്രാദേശിക ഓഹരികളിൽ നിന്നും $18.84 ബില്യൺ പിൻവലിച്ചു. 2025 $18.79 ബില്യൺ ഓഹരികളാണ് ആഗോള ഫണ്ടുകൾ വിറ്റഴിച്ചത്. ഈ 3 മാസം കൊണ്ട് കഴിഞ്ഞ് മുഴുവൻ വർഷത്തെ റെക്കോർഡ് വിൽപ്പന മറികടന്നതായി സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസസ് പറയുന്നു. ആഗോള ഫണ്ടുകൾ AI ബന്ധപ്പെട്ട ഓഹരികളിലേക്ക് നിക്ഷേപം മാറ്റുന്നതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. നിക്ഷേപകരുടെ ശ്രദ്ധ AI അധിഷ്ഠിത ചിപ്പ് ഓഹരികളിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഈ മേഖലയിൽ ഇന്ത്യയുടെ വിപണി പങ്കാളിത്തം വളരെ കുറവാണ്. അരനൂറ്റാണ്ടിനിപ്പുറം മനുഷ്യരെ വഹിച്ച് ചന്ദ്രനെ ചുറ്റിയ ദൗത്യമെന്ന പെരുമ നേടി ആർട്ടിമസ് 2 ഭൂമിയിലിറങ്ങി. 4 യാത്രികർ അടങ്ങുന്ന സംഘം ശനിയാഴ്ച പുലർച്ചെ പസഫിക് സമുദ്രത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. കമാൻഡർ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, കാനഡയുടെ ജെറമി ഹാൻസൺ എന്നിവരടങ്ങുന്ന സംഘമാണ് ചരിത്രയാത്ര പൂർത്തിയാക്കിയത്. ഇൻ്റർഗ്രിറ്റി എന്ന് പേരിട്ടിരിക്കുന്ന ഓറിയോൺ ക്യാപ്സ്യൂൾ ഓട്ടോമാറ്റിക് പൈലറ്റിൻ്റെ സഹായത്തോടെയാണ് കടലിൽ ലാൻഡ് ചെയ്തത്. അപ്പോളോ ദൗത്യങ്ങൾക്ക് ശേഷം മനുഷ്യൻ ചന്ദ്രനിലേക്ക് നടത്തിയ ഏറ്റവും വലിയ കുതിപ്പിൻ്റെ ശുഭസമാപ്തിയാണിത്. യാത്രക്കിടെ സംഘം പകർത്തിയ ദൃശ്യങ്ങൾ ശാസ്ത്രലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനന്ത് അംബാനി സ്ഥാപിച്ച ആഗോള വന്യജീവി സംരക്ഷണ പ്രസ്ഥാനമായ വൻതാര ഗുജറാത്തിലെ ജാംനഗറിൽ പുതിയ സർവകലാശാല ആരംഭിച്ചു. വന്യജീവി സംരക്ഷണത്തിന് വെറ്റിനറി സയൻസിനും മാത്രമായി സമർപ്പിക്കട്ടെ ലോകത്തിലെ ആദ്യത്തെ സംയോജിത ആഗോള സർവകലാശാലയാണ് വൻതാര യൂണിവേഴ്സിറ്റി. മൃഗക്ഷേമം, ശാസ്ത്രീയ പുരോഗതി, വന്യജീവി സംരക്ഷണത്തിൻ്റെ ഭാവി എന്നിവയിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് സർവകലാശാല പ്രവർത്തിക്കുക. വെറ്റിനറി മെഡിസിൻ, കൺസർവേഷൻ, വൈൽഡ് ലൈഫ് കെയർ എന്നീ മേഖലകളിൽ ഭാവി നേതാക്കളെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യം. ഭാരതത്തിൻ്റെ പൗരാണിക വിജ്ഞാന പാരമ്പര്യത്തെയും ആധുനിക വിദ്യാഭ്യാസ രീതികളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഉള്ള പാഠ്യപദ്ധതിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വന്ദേ ഭാരതിനെ കടത്തിവെട്ടാൻ മണിക്കൂറിൽ 220 കിലോമീറ്റർ വേഗതയുള്ള ട്രെയിൻ വരുന്നു. മണിക്കൂറിൽ 220 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 2 പുതിയ ട്രെയിനുകൾ നിർമ്മിക്കാൻ റെയിൽവേ ബോർഡ് അംഗീകാരം നൽകി. ഇന്ത്യയുടെ സെമി ഹൈ സ്പീഡ് റെയിൽ മുന്നേറ്റത്തിലെ ഒരു സുപ്രധാന ചുവടുവയ്പായി ഇത് മാറുകയും ചെയ്യും. 2027-28 കോച്ച് പ്രൊഡക്ഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായാണ് ട്രെയിൻ നിർമ്മാണം അംഗീകരിച്ചത്. ഓരോ ട്രെയിനിലും ബ്രോഡ് ഗേജ് ട്രെയിൻ സെറ്റുകളുമായി നിർമ്മിച്ച് 16 കോച്ചുകളാണ് ഉണ്ടാവുക. പുതിയ ട്രെയിനുകൾ വന്ദേ ഭാരതിനേക്കാളും മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്നവയാണ്. നിലവിലെ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളുടെ പരമാവധി വേഗത 180 കിലോമീറ്ററാണ്. പുതിയ ട്രെയിൻ ഡിസൈൻ സ്പീഡ് 220 കിലോമീറ്റർ ആണെങ്കിലും 200 കിലോമീറ്റർ വേഗതയിലാകും സഞ്ചരിക്കുക. വന്ദേ ഭാരത് ട്രെയിനുകളുടെ പരമാവധി പ്രവർത്തന വേഗത 160 കിലോമീറ്ററാണ്.
നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച സപ്ലൈകോയിലെ പ്രത്യേക ഓഫർ ഇന്ന് അവസാനിക്കും. ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയവർക്ക് ₹1 1 കിലോ ശബരി പുട്ടുപൊടി നൽകുമെന്നാണ് സപ്ലൈകോ അറിയിച്ചിരുന്നത്. വോട്ട് ചെയ്തതിൻ്റെ തെളിവായി വിരലിലെ മഷിയടയാളം പരിശോധിച്ച ശേഷമായിരിക്കും പുട്ടുപൊടി നൽകുക. വോട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടായിരുന്നു ഈ ഓഫർ. തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ജില്ലാ ഭരണകൂടം, സ്വീപ്, സപ്ലൈകോ എന്നിവ സംയുക്തമായി വോട്ട് ചെയ്യൂ, പുട്ടടിക്കൂ എന്ന ടാഗ് ലൈനിൽ ക്യാമ്പയിൻ അവതരിപ്പിച്ചത്. സപ്ലൈകോയിൽ നിന്നും ₹1000 മുകളിൽ സബ്സിഡിയില്ലാത്ത സാധനങ്ങൾ വാങ്ങണം എന്ന നിബന്ധന കൂടി ഇതിലുണ്ട്. സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാനം റദ്ദാക്കി. വ്യാഴാഴ്ച പുലർച്ചെ 3:40 കൊച്ചിയിൽ നിന്നും പുറപ്പെടുമെന്ന് അറിയിച്ചിരുന്ന ജിദ്ദ വിമാനത്തിൽ പോകാനെത്തിയ യാത്രക്കാരാണ് വലഞ്ഞത്. പുറപ്പെടാനായി വിമാനത്തിൽ കയറിയിരുന്നെങ്കിലും സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാനം റദ്ദാക്കിയതായി അറിയിച്ച് യാത്രക്കാരെ എല്ലാവരെയും പുറത്തിറക്കുകയായിരുന്നു. രാവിലെ 8 മണിയോടെ ഇവരെ വിവിധ ഹോട്ടലുകളിലേക്ക് മാറ്റി. പിന്നീട് പല സമയങ്ങളിൽ വിമാനം പുറപ്പെടുമെന്ന് അധികൃതർ മാറി മാറി പറഞ്ഞെങ്കിലും സർവീസ് ഉണ്ടായില്ല. എപ്പോഴാണ് പോകേണ്ടി വരുന്നത് അറിയാതെ യാത്രക്കാരിൽ പലരും ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു. പിന്നീട് വിമാന കമ്പനി ഓഫീസിലെത്തി ബഹളം വച്ചതോടെയാണ് പലർക്കും അടുത്ത ദിവസങ്ങളിലേക്കുള്ള ടിക്കറ്റുകൾ അനുവദിച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലെ വിമാനങ്ങളിലെല്ലാം ബുക്കിംഗ് ഉള്ളതിനാൽ പലർക്കും ദിവസങ്ങൾ വൈകിയാണ് നിലവിൽ യാത്ര അനുവദിച്ചിരിക്കുന്നത്. ഇത് ജോലിയെ മറ്റും ബാധിക്കുമെന്ന ആശങ്കയിലാണ് യാത്രക്കാർ. കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവർ 2 ദിവസമായി ദുരിതത്തിലാണെന്ന് യാത്രക്കാർ പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫിലെ SLC+2 പരീക്ഷകൾ റദ്ദാക്കി. നിലവിലെ സാഹചര്യത്തിൽ കൃത്യസമയത്ത് പരീക്ഷ നടത്താൻ കഴിയില്ലെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് പരീക്ഷകൾ റദ്ദാക്കാൻ തീരുമാനിച്ചത്. പരീക്ഷയ്ക്ക് പകരം മറ്റ് സംവിധാനങ്ങൾ കൊണ്ടുവരും. SLCക്ക് ഓണം, ക്രിസ്മസ് മോഡൽ പരീക്ഷകളുടെ മാർക്ക് കണക്കിലെടുത്ത് ഫലം തീരുമാനിക്കും. +1 പരീക്ഷയുടെ മാർക്ക് പ്രകാരമാകും +2 ഫലം പ്രഖ്യാപനം തീരുമാനം. വിദ്യാഭ്യാസ വകുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിവരം അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നലെ രേഖപ്പെടുത്തിയ ഈ വർഷത്തെ റെക്കോർഡ് ചൂട്. പാലക്കാട് ജില്ലയിലാണ് ഇന്നലെ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത്. 40.1 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് ഇന്നലെ ജില്ലയിൽ രേഖപ്പെടുത്തിയത്. കൊല്ലം ജില്ലയിലെ പുനലൂരിലും റെക്കോർഡ് ചൂടാണ് രേഖപ്പെടുത്തുന്നത്. പുനലൂരിൽ ഇന്നലെ രേഖപ്പെടുത്തിയത് 39.8 ഡിഗ്രി സെൽഷ്യസ് താപനില ആയിരുന്നു. ചൂട് കൂടിയതോടെ 12 ജില്ലകളിൽ ഇന്ന് താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ വർധനവ്. ഗ്രാമിന് 45 രൂപ വർദ്ധിച്ച് 1 ഗ്രാമിന് 14,010 രൂപയായി. പവന് 360 രൂപ വർദ്ധിച്ച് 1,12,080 രൂപയായി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ആനുപാതികമായി വർദ്ധിച്ചു. ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 11,515 രൂപയായി. പവന് 320 രൂപ വർദ്ധിച്ചു. വെള്ളി ഗ്രാമിന് 260 രൂപയിലാണ് വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.